ഈ കൊല്ലം ജില്ലയിലാണ് ഈ തീരത്ത് ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകൾ അടിഞ്ഞത്. അത് സുരക്ഷിതമായി നീക്കം ചെയ്യുന്ന പ്രവർത്തികൾ ആരംഭിച്ചിരിക്കുകയാണ്. ആലപ്പാട്, നീണ്ടകര, ശക്തികുളങ്ങര, കൊല്ലം വെസ്റ്റ്, ഇരവിപുരം, പരവൂർ വില്ലേജുകളുടെ പരിധിയിലായി 35 കണ്ടെയ്നറുകളാണ് വന്നടിഞ്ഞിരിക്കുന്നത്. രാജ്കുമാർ നമ്മളോടൊപ്പം ചേരുകയാണ് ഈ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്നതിന്റെ സമഗ്ര വിവരങ്ങൾ നൽകാനായി. രാജ്കുമാർ, ഗുഡ് മോർണിംഗ്. വലിയ ആശങ്കയായിരുന്നു നമുക്ക് ആ കണ്ടെയ്നറുകൾ വന്നടിയുന്ന സമയത്തുണ്ടായത്. പക്ഷേ ആശങ്കകളൊക്കെ പരിഹരിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത് അവിടുന്ന് മാറ്റുന്ന ദൗത്യമാണല്ലോ, അതെങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്നലെ രാത്രി ആദ്യ ദൗത്യം, അതായത് വാട്ടർ ലൈൻ ഷിപ്പിംഗ് കമ്പനിയാണ് ഈ MSI അവർ ഈ കരാർ നൽകിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ മുതലപ്പുഴയിൽ നിന്ന് വന്ന രക്ഷകൻ ബോട്ടിൻ്റെ സംഘം കൊല്ലം ബീച്ചിൻ്റെ സമീപത്ത് കടലിൽ ഒഴുകി നടക്കുകയായിരുന്ന ഒരു കണ്ടെയ്നർ അവർ ഏതാണ്ട് ഈ കൊല്ലം പോർട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം അകലെ ഉണ്ടായിരുന്ന ഫുൾ ലോഡഡ് ആയിട്ടുള്ള കണ്ടെയ്നർ ബോട്ടിലേക്ക് എത്തിച്ചപ്പോൾ ഏതാണ്ട് 2.5 മണിക്കൂർ വേണ്ടി വന്നു. ആദ്യം അവരത് കെട്ടിയപ്പോൾ അത് അത്രയും വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ വടം പൊട്ടിപ്പോയി. വീണ്ടും അവരത് കടലിൽ ഏതാണ്ട് 5 പേർ കടലിൽ ചാടി. മനു, നമുക്കതിൻ്റെ ദൃശ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അവർ ആ ബോട്ടിൽ അതിസാഹസികമായി കടലിൻ്റെ റഫായിട്ടുള്ള പ്രക്ഷുബ്ധമായ കടലിലേക്ക് അവർ ചാടി ജീവൻ പണയം വെച്ച് ചാടി ആ കണ്ടെയ്നറിൽ കയറി അത് കെട്ടി ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അതെ, അപ്പോൾ ആ ഒരു റിസ്ക് എടുത്താണ് അവരത് കെട്ടിവലിച്ച് കരയിലേക്ക് ഇന്നലെ എത്തിച്ചപ്പോൾ 9:30 മണിയോളമായി. അത് പിന്നീട് അപ്പോൾ തന്നെ കസ്റ്റംസിൻ്റെ ഉദ്യോഗസ്ഥർ കൊല്ലം പോർട്ടിലുണ്ടായിരുന്നു. അവർ അതിൻ്റെ നമ്പർ വെരിഫൈ ചെയ്തു. അതിനകത്ത് പോളിമർ ഷീറ്റാണെന്നുള്ളത് മനസ്സിലാക്കി. ഇതുപോലെ പോളിമർ അതിനുപയോഗിച്ചിട്ടുള്ള പല ഉൽപ്പന്നങ്ങളാണ്, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് അതിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. പിന്നീട് രാത്രി താന്നിയിൽ കൊല്ലം ഈ വെടിക്കുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് അടിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പരിശോധിച്ചപ്പോൾ അതിങ്ങനെ ഒരു റൂമർ വരുന്നു. അതിനകത്തുള്ളത് ഈ നേരത്തെ നമ്മൾ ഈ സംശയിക്കുന്ന കാസ്റ്റിക് സോഡയോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും അപകടകരമായ വസ്തുവാണ് അതിനകത്ത് ഉള്ളത് എന്ന് ഒരാശങ്ക പരന്നു. പിന്നീട് ഞാൻ അവിടെ തന്നെ ഇതിൻ്റെ നമ്പർ ശേഖരിച്ച് നമ്മൾ കൊടുത്തു. കസ്റ്റംസ് അത് പരിശോധിച്ചു. അപ്പോൾ അതിനുള്ളത് ക്രാഫ്റ്റ് പേപ്പറുകളാണ്. അപ്പോൾ അത് എന്തായാലും അതിനുള്ളിൽ വെള്ളം കയറിയിട്ടുണ്ടാവും, അതെല്ലാം നശിച്ചു പോയിട്ടുണ്ടാവും. ഇതിൽ ഈ ഉദ്യോഗസ്ഥർ, കസ്റ്റംസിലെ ചില ഉദ്യോഗസ്ഥർ തന്നെ അനൗദ്യോഗികമായി പറഞ്ഞത് ഈ കാസ്റ്റിക് സോഡ ഉൾപ്പെടുന്ന 16 കണ്ടെയ്നറുകൾ ഈ കപ്പലിലുണ്ടായിരുന്നു. അത് ഈ കപ്പലിൻ്റെ ഏറ്റവും പ്ലാറ്റ്ഫോമിൽ തന്നെ വളരെ സുരക്ഷിതമായി സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുന്ന നിലയിലാണ്. ഇത് വാട്ടർ പ്രൂഫാണ്. ഒരു തുള്ളി വെള്ളം പോലും അതിനുള്ളിലേക്ക് കടന്നാൽ അത് പൊട്ടിത്തെറിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അപകടം. വെള്ളം കലർന്നു കഴിഞ്ഞാൽ ഇത് പൊട്ടിത്തെറിക്കുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത്രയും സുരക്ഷിതമായിട്ടാണത് ഉള്ളത്. പക്ഷെ അത് കപ്പലിൽ നിന്ന് വേർപെട്ട് പോയോ അതോ കപ്പലിനടിയിൽ ഇപ്പോൾ ആ കടലിൻ്റെ അടിയിലേക്ക് കപ്പൽ താന്നപ്പോൾ അതും അതിൻ്റെ ഒപ്പം ഉണ്ടോ എന്നുള്ള കാര്യത്തിലാണ് ഇതുവരെ ഒരു സ്ഥിരീകരണമില്ലാത്തത്. അതുകൊണ്ടാണ് ഈ ഓരോ നിമിഷവും ഇപ്പോൾ മാധ്യമപ്രവർത്തകരാണെങ്കിലും ആരായാലും ജീവൻ പണയം വെച്ചാണ് ഓരോ കണ്ടെയ്നറിൻ്റെ അടുത്ത് നിൽക്കുന്നത്. അതുകൊണ്ടാണ് 200 മീറ്റർ മാറി നിൽക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ ശേഖർ സാർ ഉൾപ്പെടെയുള്ളവരുടെ നിരന്തരമായിട്ടുള്ള മെസ്സേജുകളും മുന്നറിയിപ്പുകളും വന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് പോലും പോലീസ് ഇവിടെ ഇത് കെട്ടിത്തിരിച്ചിട്ടുണ്ട്. ആരും ഇതിനുള്ളിലേക്ക് കടത്തി വിടുന്നില്ല. കാരണം ഇതിപ്പോൾ ശൂന്യമാണ്. ഇപ്പം എൻ്റെ മുമ്പിലുള്ള ഈ കണ്ടെയ്നറുകളെല്ലാം ശൂന്യമാണ്. അതുകൊണ്ട് അതിന് ഭയക്കാനില്ല. എന്നാൽ പോലും നിലവിലുള്ള ഒരു ഉത്തരവ് പാലിച്ചുകൊണ്ട് ആരും അടുക്കരുത് എന്ന് പറയുന്ന സന്ദേശം പോലീസ് അത് ഇപ്പോഴും പാലിക്കുന്നു. പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റാനായിട്ട്, ആളുകളെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതൊരു ആദ്യ അനുഭവമാണ്. ഒരു കപ്പൽ പോകുന്നു, അതിൽ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ, അതിൽ അപകടം സംഭവിക്കുന്നു. ഈ പറയുന്ന 450-450 വരുന്ന കണ്ടെയ്നറുകൾ കടലിലേക്ക് ഒഴുകിപ്പോകുന്നു. അതിപ്പോൾ നമ്മുടെ ഈ ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലയുടെ ആ തീരപ്രദേശങ്ങളിലേക്ക് ഒഴുകി നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കൊല്ലംകാരെ സംബന്ധിച്ചല്ല, കേരളത്തിലുള്ളവർക്കെല്ലാം ഇതൊരു പുതിയ അനുഭവമാണ്. ഓരോ ദുരന്തങ്ങളെയും അതിജീവിച്ചാണ് കേരളം പോയിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ വിഴിഞ്ഞം പോർട്ട് വന്നതോടുകൂടി ഇനി ഏറ്റവും വലിയ തിരക്കുള്ള ഒരു കപ്പൽ പാതയായി നമ്മുടെ ഈ തീരദേശ നമ്മുടെ കടലിൻ്റെ ഇൻ്റർനാഷണൽ ചാനൽ മാറുകയാണ്. സ്വാഭാവികമായും ഒരു റോഡിൽ എങ്ങനെയൊക്കെ ആക്സിഡൻറ്റുകൾ സംഭവിക്കുമോ അതുപോലെയൊക്കെയുള്ള അപകടങ്ങൾ ഇനി കടൽ മാർഗവും സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനിയും അപ്പോൾ നമുക്കൊരു ഓപ്പറേഷൻ സംവിധാനം എന്ന് പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്ലാനും കാര്യങ്ങളും ഇപ്പോൾ തന്നെ സംസ്ഥാന ഗവൺമെൻറ് മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ വാട്ടർ ലൈൻ ഷിപ്പിംഗ് കമ്പനിക്കാണ് ഈ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാനുള്ള കരാർ ഇപ്പോൾ മുങ്ങിയ കപ്പലിൻ്റെ കമ്പനി അവർക്ക് കൈമാറിയിട്ടുള്ളത്. അവരുടെ നേതൃത്വത്തിൽ എല്ലാം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കൊല്ലത്ത് കിടക്കുന്ന ഇപ്പോൾ മനു സൂചിപ്പിച്ച ഈ കണ്ടെയ്നറുകൾ മുഴുവനും ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് അത് കട്ട് ചെയ്ത് മാറ്റി ഇതെല്ലാം സ്ക്രാപ്പാക്കി ഇവിടുന്ന് ലോറിയിലേക്ക്
കൊണ്ടുപോകാനാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ. കാരണം ഇത് അടിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും പൂർണ്ണമായും എല്ലാ സ്ഥലത്തും വഴികളില്ല. പല വീടുകളുടെയും പുറകിലും കടൽ ഭിത്തിയോട് ചേർന്നാണ് ഈ കണ്ടെയ്നറുകൾ കയറി നിൽക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഇത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു ദൗത്യമാണ്. ദിവസങ്ങൾ വേണ്ടിവരും എന്നുള്ളതാണ്. ഏതാണ്ട് ഒരു മാസക്കാലമെങ്കിലും എടുക്കും ഇത് മുഴുവനും നീക്കം ചെയ്യാൻ. ഇനി വിദഗ്ധരായ സംഘം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി അവരുടെ നേതൃത്വത്തിൽ ഇത് എത്രയും പെട്ടെന്ന് എക്സ്പെർട്ടുകളാണ്, അവർക്കിത് എത്രയും പെട്ടെന്ന് ചെയ്യാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലത്. ഒരാഴ്ച മത്സ്യത്തൊഴിലാളികൾ വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ കടലിൽ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ മൂലം മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ അവരുടെ ബോട്ടുകൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ തുടങ്ങിയ പല ആശങ്കകൾ അവർ പങ്കുവെക്കുന്നുണ്ട്. ആ ആശങ്ക കൃത്യമാണ്. അവർ പറയുന്ന അവരുടെ പ്രശ്നങ്ങൾ കൃത്യമാണ്. എന്തായാലും കടൽ പ്രക്ഷുബ്ധമായിരിക്കുന്ന സാഹചര്യത്തിൽ മത്സ്യബന്ധനത്തിന് ആരും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ഒരു ആശ്വാസം. ഇത് മാത്രം ഇനിയിപ്പോൾ ഈ വരുന്ന ജൂൺ 10-ാം തീയതി മുതൽ ഈ ട്രോളിംഗ് ബാൻ ആരംഭിക്കുകയാണ് കേരളത്തിൽ. സ്വാഭാവികമായും അതിന് മുമ്പ് പരമാവധി ക്യാച്ച് കിട്ടുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശം മത്സ്യബന്ധന യാനങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ അവരെ സംബന്ധിച്ച് നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ പ്രതികൂല കാലാവസ്ഥ ആയതുകൊണ്ട് അവർക്ക് ബോട്ട് കടലിലേക്ക് ഇറക്കാൻ കഴിയുന്നില്ല, മത്സ്യസമ്പത്ത് പിടിക്കാൻ കഴിയുന്നില്ല. ഈ മഴ സമയത്താണ് കൂടുതൽ മത്സ്യസമ്പത്ത് കടലിലേക്ക് നമ്മുടെ ഈ തീരത്തേക്ക് വരിക. ആ സമയത്താണ് ഇവർക്ക് ക്യാച്ച് കിട്ടേണ്ടുന്നതും നമുക്ക് വിദേശ നാണ്യം തേടിത്തരുന്ന ഒരു വലിയ സമ്പത്ത് കൂടിയാണിത്. അതിപ്പോൾ നഷ്ടമാകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. മനു, അല്ല, ഞാൻ ഒരു കാര്യം ഓർക്കുകയായിരുന്നു രാജ്കുമാർ, എന്തൊക്കെ ക്രമീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും കടലിലൊരു വിഷയം വന്നു കഴിഞ്ഞാൽ അത് കൈകാര്യം ചെയ്യാൻ മത്സ്യത്തൊഴിലാളികൾ തന്നെ വേണം. അവരെ സംബന്ധിച്ച് അവർ എന്തും എടുക്കും. ഇതൊന്നും അവർക്കൊരു വിഷയമേ അല്ല. ആ കണ്ടെയ്നറുകൾ ഉൾക്കടലിലിട്ട് വലിച്ചു കയറ്റുന്ന അവരുടെ ഒരു ധൈര്യത്തെ സമ്മതിക്കണം കേട്ടോ. അതാണ് അവരത് ഇന്നലെ രാത്രി നമ്മൾ ഈ കൊല്ലം പോർട്ടിലേക്ക് ഇത് കൊണ്ടുവരുമ്പോൾ നമ്മൾ കൈരളി ന്യൂസ് മാത്രമേ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അവരുടെ പ്രതികരണം നമുക്കുണ്ട്. അത് നമ്മൾ ഇന്നലെ നമ്മുടെ 9 മണി കൊടുത്തിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ ഇന്ന് നമ്മൾ കൊടുക്കുന്ന സ്റ്റോറിയിലും അതുണ്ട്. അതെ, ആ ചുണ്ടൊക്കെ വീർത്തിരിക്കുകയാണ്. അത് അപകടം സംഭവിച്ചതാണ്. ആ സമയത്ത് പൊടുന്നനെ അടിച്ച ഒരു തിരമാലയിൽപ്പെട്ട് ആ കണ്ടെയ്നർ തട്ടിയിട്ടാണ് അയാളുടെ ചുണ്ട് പൊട്ടിയത്. അതൊരു പക്ഷേ കുറച്ചുകൂടി വേഗതയിലായിരുന്നെങ്കിൽ ഉറപ്പായും കടലിലേക്ക് വീണേനെ. ഒപ്പമുണ്ടായിരുന്നവർ ചിലപ്പോൾ രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ സൈന്യം, മുതലപ്പൊഴിയിലെ കേരളത്തിൻ്റെ സൈന്യം കൂടി ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇതെല്ലാം വീണ്ടെടുക്കാൻ. ശരി, ഏതായാലും ഓക്കെ, താങ്ക് യു രാജ്കുമാറാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഇത് കൊല്ലത്താണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ടത്. മത്സ്യത്തൊഴിലാളികൾ അതൊക്കെ വലിച്ച് കുറേയൊക്കെ എടുത്ത് കരക്കിട്ടിട്ടുണ്ട്. അവിടുന്ന് കൊണ്ടുപോകാനുള്ള നടപടികൾ തുടങ്ങുകയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് വർക്കല തീരത്ത് ഇത്തരത്തിൽ കുറേയധികം കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. നമുക്ക് അവിടേക്ക് കൂടി പോകണം.